ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3 റെസിപ്പി കാണുന്നുണ്ട്. ഇന്നലെ നാരായണീയൻ ഡേ ആയിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയ നൈവേദ്യവും പിന്നെ ഒരു നാരായണീയ ആരത്തി പാട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ പാനകം ഉണ്ടാക്കാം. പാനകം ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഞാൻ ശർക്കര പൊടിച്ചത്, ഇത് ഓർഗാനിക് ശർക്കരയാണ്. അപ്പോൾ ഇതിൽ കല്ലൊന്നും ഉണ്ടാവില്ല, നല്ല ശുദ്ധമായിട്ടുള്ളതാണ്. അത് അങ്ങനെ തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഡ്രൈ ജിഞ്ചർ പൗഡർ, ചുക്കുപൊടിയും ഏലക്ക പൊടിച്ചതും ചേർത്തിട്ട് നമുക്ക് പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർക്കണം. അപ്പോൾ നിങ്ങൾ ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ അലിയിച്ചെടുത്തിട്ട് അരിച്ചിട്ട് ചേർത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ പാനകം റെഡിയായി. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ചനാദാൽ വെച്ച് കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അധികം ഓയിലൊന്നുമില്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ നമുക്കതിന് കടലപ്പരിപ്പ് ഞാൻ 1 കപ്പ് എടുത്തിട്ട് 3-4 പ്രാവശ്യം കഴുകിയിട്ട് 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലത്തെ വെള്ളം കളഞ്ഞിട്ട് നമുക്കത് കുക്കറിൽ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. 4 വിസിൽ വരുമ്പോൾ തന്നെ നമ്മൾ കുതിർത്ത കാരണം പെട്ടെന്ന് തന്നെ നല്ലപോലെ വെന്ത് കിട്ടും. പിന്നെ നമുക്കതിലേക്ക് ചേർക്കാനായിട്ടിപ്പോൾ തേങ്ങയും ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും, നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂടിയും കുറച്ചും ചേർക്കാവുന്നതാണ്. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്ത് കഴിഞ്ഞു. വെള്ളമൊന്നും അധികം ബാക്കിയില്ല. വെള്ളം അഥവാ അധികം ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് എടുത്ത് സാമ്പാറിലോ മറ്റും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇത് കട്ടിയായിരിക്കുകയാണ്, ഇവിടെ കുറച്ച് തണുപ്പാണ്, അതുകൊണ്ട് കട്ടിയായിട്ടാണ് കാണുന്നത്. അത് നെയ്യല്ല, വെളിച്ചെണ്ണ തന്നെയാണ്. പിന്നെ അതിലേക്ക് കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഉള്ളൂ. ഞാനിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ വെള്ളം ഉപ്പ് ചേർക്കുമ്പോൾ അതൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാൻ ഈ വെള്ളം സഹായിക്കും. അപ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് ആ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇത് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഇഞ്ചിയും ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മളുടെ ഈ കോസ്മല്ലി അല്ലെങ്കിൽ കടലപ്പരിപ്പ് ചുണ്ടൽ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഉസിലി എന്നൊക്കെ പറയാം, അത് റെഡിയാവും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു മീഡിയം ചൂടാകുമ്പോൾ, ഒരു മിതമായ ഒരു ഇളം ചൂടുള്ളപ്പോൾ നമുക്കതിലേക്ക് നാരങ്ങയുടെ ജ്യൂസും കൂടെ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേരുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും. നമുക്കത് ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരം കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കണം. പരിപ്പായതുകൊണ്ട് നല്ല പ്രോട്ടീനും ഉണ്ടാകും ഇതിൽ. ഇനി അടുത്തതായിട്ട് ഞാൻ ശർക്കര ചേർത്തിട്ടുള്ള അവിലിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 1 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. ഞാൻ കട്ടി അവിലാണ്, നല്ല കട്ടിയുള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്ത് വയ്ക്കാം. നിങ്ങൾ മീഡിയം ഇതായിട്ടുള്ള അവിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് കുതിർത്താൽ മതിയാകും. കട്ടി ഒട്ടും തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം കഴുകിയിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പേപ്പർ പോലുള്ള അവിലാണെങ്കിൽ നമുക്ക് കഴുകേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇപ്പോൾ ഒരു പാനിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ശർക്കര പൊടിച്ച ശർക്കര, ഓർഗാനിക് ശർക്കരയാണ്, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ മുഴുവനായിട്ടുള്ള ശർക്കരയാണെങ്കിൽ അതൊന്ന് പൊടിച്ചെടുത്ത ശേഷം വെള്ളത്തിൽ അലിയിച്ചിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. ഇപ്പോൾ ഇതിൽ കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിച്ചെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ ചേർത്തിട്ട് ഞാൻ ആദ്യമേ 1 സ്പൂണാണ് വെള്ളം ചേർത്തത്. പിന്നെ വീണ്ടും കുറച്ചും കൂടെ ചേർത്തോട്ട് ടോട്ടലായിട്ട് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വന്നിട്ട് ഒന്ന് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ കഴുകി ഒരു അരിപ്പയിൽ എടുത്ത് വെച്ചിരിക്കുന്ന അവിൽ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് കട്ടിയാവാൻ തുടങ്ങി.
അപ്പോൾ നമുക്ക് ഈ അവൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ശർക്കരയൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ശർക്കരയൊക്കെ വറ്റി നല്ലപോലെ ഒന്ന് ഇതായി വരുമ്പോൾ നമുക്കത് ഇതിലേക്ക് പിന്നെ കുറച്ച് തേങ്ങയും ഏലക്ക പൊടിച്ചതും ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ല രുചിയുള്ള അവൽ, ശർക്കര ചേർത്തിട്ടുള്ള അവൽ റെഡിയാകും. ഇതും കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് സ്നാക്സിന് പകരം ഇത് കൊടുക്കാവുന്നതാണ്. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇതും. അപ്പോൾ ഇതും നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇതൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി, ഈ ശർക്കരയൊക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റി നല്ലപോലെ കട്ടിയാവാൻ തുടങ്ങി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നെയ്യും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ചെരുകിയ തേങ്ങ ഒരു 3 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നമുക്ക് ഏലക്കായ പൊടിച്ചത് കൂടെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട്, നിങ്ങൾക്ക് ഏലക്കയുടെ മണം ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊക്കെ നല്ലപോലെ ഒന്ന് കട്ടിയായി വന്നു കഴിഞ്ഞു നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അവലും റെഡിയായി. അപ്പോൾ നമ്മുടെ ഈ 3 റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ, ജയ ഗുരുമാരുത മന്ദിരനാഥ, ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. കിങ്കിണി പദകമല കൃഷ്ണ, കങ്കണകരയുഗള, കുങ്കുമ പങ്കിരവക്ഷസ്ഥിലവര കുവലയദള നീല, കൃഷ്ണ ജയ ജഗദീശ ഹരേ. ദധിനവനീതഹര കൃഷ്ണ, തരുണീ ചിത്തഹര, ദയയാ പാലയ ദാമോദര ഹര, തുളസീദാമോദര, കൃഷ്ണ ജയ ജഗദീശ ഹരേ. ഗോവർദ്ധനധരണ കൃഷ്ണ, ഗോപീജനരമണ, കോമള പല്ലവ സുന്ദര ചരണ, കോകില മധുവചന, കൃഷ്ണ ജയ ജഗദീശ ഹരേ. നന്ദകുമാര ഹരേ കൃഷ്ണ, നാരദ ഗീതഗുണ, നാരായണവര ഭട്ട തിരികൃത സ്തുതിവര ശുഭഫലദ, കൃഷ്ണ ജയ ജഗദീശ ഹരേ. പൂന്താന ഭക്തപ്രിയ കൃഷ്ണ, വൃന്ദാവന രസിക, പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദസരോജയുഗ, കൃഷ്ണ ജയ ജഗദീശ ഹരേ. നാരായണ നാരായണ ഓം കൃഷ്ണ, നാരായണ നാരായണ ഓം, നാരായണ 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 ഓം, കൃഷ്ണ നാരായണ നാരായണ ഓം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.